എല്ലാവർക്കും സ്വാഗതം മാപ്ര യൂട്യൂബ് മലയാളം ചാനലിലേക്ക്. പുതിയ വാർത്തകളും വിശകലനങ്ങളും ഉടനടി അറിയാൻ ഞങ്ങളോടൊപ്പം തുടരൂ. വിജയ് തമിഴ്നാട് മുഖ്യമന്ത്രിയായി അധികാരമേറ്റു. നടനും തമിഴക വെട്രിക്കഴകം ഇ.വി.കെ നേതാവുമായ ജോസഫ് വിജയ് തമിഴ്നാടിന്റെ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. ചെന്നൈ നെഹ്റു സ്റ്റേഡിയത്തിൽ നടന്ന ചടങ്ങിൽ വിജയ്ക്കൊപ്പം മറ്റ് 9 മന്ത്രിമാരും ചുമതലയേറ്റു. 1967 ശേഷം ആദ്യമായി കോൺഗ്രസും തമിഴ്നാട് മന്ത്രിസഭയുടെ ഭാഗമായി എന്ന പ്രത്യേകതയും ഈ സർക്കാരിനുണ്ട്. പ്രധാന വിവരങ്ങൾ: വകുപ്പുകൾ: പൊതുഭരണം, ആഭ്യന്തരം, പോലീസ് വകുപ്പുകൾ മുഖ്യമന്ത്രി വിജയ് തന്നെ കൈകാര്യം ചെയ്യും. മന്ത്രിമാർ: എൻ. ആനന്ദ്, ആദവ് അർജുന, കെ.എ. സെങ്കോട്ടയ്യൻ തുടങ്ങി ടി.വി.കെയുടെ പ്രമുഖ നേതാക്കളും കോൺഗ്രസിൽ നിന്ന് എസ്. രാജേഷ് കുമാർ, പി. വിശ്വനാഥൻ എന്നിവരും മന്ത്രിസഭയിലുണ്ട്. ചടങ്ങിലെ സാന്നിധ്യം: വിജയുടെ മാതാപിതാക്കളായ എസ്. എ. ചന്ദ്രശേഖർ, ശോഭ, നടി തൃഷകൃഷ്ണൻ, ദേശീയ നേതാക്കളായ മല്ലികാർജുൻ ഖർഗെ, രാഹുൽ ഗാന്ധി എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. രാഷ്ട്രീയ യാത്ര: 2024 ഫെബ്രുവരിയിൽ പാർട്ടി രൂപീകരിച്ച വിജയ് തന്റെ വിജയ് മക്കൾ ഇയക്കം എന്ന ആരാധക സംഘടനയെ വോട്ടാക്കി മാറ്റുന്നതിൽ വിജയിച്ചു. എം.ജി.ആർ., ജയലളിത എന്നിവർക്ക് ശേഷം സിനിമയിൽ നിന്ന് രാഷ്ട്രീയത്തിലെത്തി മുഖ്യമന്ത്രിയാകുന്ന താരമാണ് വിജയ്. 1974 ജനിച്ച വിജയ് 1992 നായകനായി അരങ്ങേറി. നീണ്ട ആസൂത്രണങ്ങൾക്കൊടുവിൽ തന്റെ കന്നിയംഗത്തിൽ തന്നെ ദ്രാവിഡ പാർട്ടികളെ ഭരണത്തിൽ നിന്ന് മാറ്റി തമിഴ് രാഷ്ട്രീയത്തിൽ പുതിയ ചരിത്രം കുറിച്ചിരിക്കുകയാണ് അദ്ദേഹം. சி ஜோசப் விஜய் எனும் நான் சட்டப்படி அமைக்கப்பெற்ற இந்திய அரசியல் அமைப்பின்பால் உண்மையான நம்பிக்கையும் மாறா பற்றும் கொண்டிருப்பேன் என்றும் இந்திய நாட்டின் ஒப்பில்லாத முழு முதல் ஆட்சியையும் ஒருமையையும் நிலைநிறுத்துவேன் என்றும் தமிழ்நாட்டு அரசின் முதலமைச்சராக உண்மையாகவும் உளச்சான்றின்படியும் என் கடமைகளை நிறைவேற்றுவேன் என்றும் அரசியல் அமைப்பிற்கும் சட்டத்திற்கும் இணங்க அச்சமும் ஒருதலை சார்பும் இன்றி விருப்பு வெறுப்பை விலக்கி பலதரப்பட்ட மக்கள் அனைவருக்கும் நேர்மையானதை செய்வேன் என்றும் ஆண்டவன் மீது ஆணையிட்டு உறுதிமொழிகிறேன். Thank you.